എന്നതേ 370 രൂപ. 5 പൊറോട്ട, ഒരു ബീഫ് റോസ്റ്റ്. അയ്യോ മതി. എന്നാ ചെയ്തെന്ന് പറ അല്ലെ. കൊതി പോത്തിരിക്കാണ് വിനുവിന് ഇന്ന്. അത് വിനു പറ. വിനു എന്നെ പറയാനുള്ള പറ. വാലന്റൈൻസ് ഡേ ആയിട്ട് വിനുവിന് കാശില്ല ഭാര്യക്ക് ബിരിയാണി ഒന്നും വാങ്ങിച്ചു തരാനായിട്ട്. അതുകൊണ്ട് എന്റെ ചെലവില് ബിരിയാണിയും പിന്നെ പൊറോട്ടയോ. ഭർത്താവ് 850 ചെലവാക്കി. പിന്നെ അത് ഭർത്താവിന്റെ കടമയാ. അതല്ലേ ഭാര്യ തിന്നാൻ തന്നെയുള്ള. അല്ല എനിക്ക് പറയാനുള്ള ഇത്രയാണ്. എനിക്കിപ്പോ ഇവിടെ കയറി വന്നപ്പോഴാണ് പൊറോട്ടയും റോസ്റ്റും കഴിക്കാൻ. അത് എന്റെ കയ്യിലിരിക്കുന്ന പൈസ ചെലവാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയല്ല, ഇതൊരു സത്യാവസ്ഥ ഞാൻ പറയാം. ഇപ്പൊ എല്ലാവരും ഇനി മുമ്പോട്ട് വരുന്ന ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുക. കല്യാണം കഴിക്കാനായിട്ട് പറ്റുന്നവര് മാത്രം ജോലി എടുക്കുക, പൈസ ഉണ്ടാക്കുക, അതുപോലെ തന്നെ കെട്ടുന്ന പെണ്ണിനെ പോറ്റാനായിട്ട് കഴിവുണ്ടെങ്കിൽ മാത്രം കല്യാണം കഴിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനോട്ട്. അതല്ലാതെ ഇങ്ങനെ, അതായത് വീട്ടിലോട്ട് വേണ്ട സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ട് അതിന്റെ ചെലവ് പറയാനില്ല. പൈസ കണക്ക് പറഞ്ഞതിന് ശേഷം വന്നിട്ട് എനിക്ക് പൊറോട്ട വേണം ബിരിയാണി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭാര്യയുടെ കയ്യിൽ പൈസ വാങ്ങിച്ചിട്ട് വാങ്ങാനിരിക്കുന്ന ആൾക്കാരെ ഒന്നും കല്യാണം കഴിക്കാൻ പാടില്ല നിങ്ങള്, കേട്ടോ. ഇതെന്ത് കഴിക്കുന്ന ചിലപ്പോ പെണ്ണുങ്ങളോ പറയും എന്നാ വൈകുന്നേരം നമുക്കൊരു ബിരിയാണി കഴിക്കാം. അടുത്ത വാങ്ങിച്ച സാധനം വാങ്ങാൻ വാ. ഞങ്ങള് വരണോ? ബോളാത്തോണ്ട് ബോൾ എടുത്തായിട്ട് രക്ഷേ. ഞാൻ വരണോ? ഓ ഞാൻ വരുന്നില്ല. അപ്പൊ വിനു ഓർഡർ ചെയ്ത സാധനം എന്താ നോക്കിട്ട് വരാം കേട്ടോ. ബിരിയാണിയാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്താണോ ആവോ. എന്റെ ചെരുപ്പ് പൊട്ടിപ്പോയിട്ടോ. നോക്കിട്ട് വരട്ടെ. അങ്ങനെ ഓർഡർ ചെയ്ത സാധനം വന്നിരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് ബിരിയാണിയാണെന്ന് തോന്നുന്നത്. ഭയങ്കര സന്തോഷമായിട്ടായിരുന്നു. കാശ് പോയത് എന്റേത്. അപ്പൊ ബിരിയാണി ആട്ടോ ഓർഡർ ചെയ്തിരിക്കുന്നത്. ബിരിയാണി ഒരെണ്ണം ഓർഡർ ചെയ്തിട്ടുള്ളൂ. ഞങ്ങളത് ഹാഫ് ആയിട്ടുള്ള രീതിയിൽ എടുക്കും. സന്തോഷം പറ എന്തേലും. അത്ര ഉള്ളോ ഒന്ന് പറയല്ലേ? പറ. ഞങ്ങൾ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് കൊതിച്ചാണ് ബിരിയാണി തിന്നുന്നത്. ഇതുവരെയായിട്ട് ഒന്നും തിന്നിട്ടില്ല. അവിടെ ഭയങ്കര ആക്രാന്തമായിരുന്നു ഇന്ന് തിന്നണമെന്ന്. ഇതെല്ലാം നിങ്ങൾ നോക്കൂ. അയ്യോ അതെന്താ അതെല്ലാരും വാങ്ങുന്നതാ വീട്ടിലോട്ട്. അത് കുടുംബനാഥന്റെ ഉത്തരവാദിത്തമാണ് സാധനങ്ങളെല്ലാം വാങ്ങിക്കാന്ന് പറയുന്നത്. അതിന് കണക്ക് വരാൻ പാടില്ല. അതാണ് പോവാനുണ്ട്. പിന്നെ ഓരെ അത് മതി. വിശപ്പ് മാറിയാൽ മതി. എന്റെ അകത്തോട്ട് തിന്നാല് അങ്ങനെയുള്ളൂ.